ഹായ്, ഞാൻ ബോണിയാണ്. ഈ വീഡിയോയിൽ നമ്മുടെ PF അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് ഒരു നോമിനിയെ ആഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈൻ ആയിട്ടുള്ള പ്രോസസ്സാണ്. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ അടുത്തായിട്ട് നമ്മൾ പാസ്ബുക്ക് ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ ഈ നോമിനിയെ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പാസ്ബുക്ക് ചിലപ്പോൾ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ EPFO മാൻഡേറ്ററി ആയിട്ട് എല്ലാവരും തന്നെ നോമിനിയെ ആഡ് ചെയ്യാൻ വേണ്ടി കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നോമിനി ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ PF-ൽ നമുക്കൊരു ഇൻഷുറൻസും അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇൻ കേസ് ഈ PF മെമ്പറിന് ഒരു ഡെത്ത് ഉണ്ടാവുകയാണെങ്കിൽ PF മെമ്പറിൻ്റെ നോമിനി ആരാണോ ആ വ്യക്തിക്ക് ഒരു കോമ്പൻസേഷൻ അതിന് ഇൻഷുറൻസിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നമ്മുടെ PF അക്കൗണ്ടിലേക്ക് നോമിനി ആഡ് ചെയ്യുക. അപ്പോൾ ഈ നോമിനി ആഡ് ചെയ്യുന്ന പ്രോസസ്സ് എങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ ഓൾറെഡി PF റിലേറ്റഡ് ആയിട്ട് PF-ൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എമൗണ്ട് എങ്ങനെ വിഡ്രോ ചെയ്യാം, PF-ലെ അക്കൗണ്ടുകൾ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, ഓക്കെ, പിന്നെ ഫോം 15G എങ്ങനെ ഫില്ല് ചെയ്യാം, അങ്ങനെയുള്ള പല വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഐം ബോണി ജോർജ്. PF അക്കൗണ്ടിൽ നോമിനി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട്, അത് വേണമെങ്കിൽ കമ്പ്യൂട്ടർ ആകാം അല്ലെങ്കിൽ മൊബൈൽ ആകും. ഓക്കെ, ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് EPFO എന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്നു. അപ്പോൾ EPFO എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ മെമ്പർ ഹോം എന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. മെമ്പർ ഹോമിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആവുന്നു. ഈ വിൻഡോയിൽ നമ്മുടെ UAN നമ്പറും അതിൻ്റെ പാസ്വേഡും എൻ്റർ ചെയ്യാനുള്ള ഒരു ലൊക്കേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ക്യാപ്ച കോഡും എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ UAN നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ക്യാപ്ച കോഡ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ PF അക്കൗണ്ടിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. PF അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തതിന് ശേഷം നമ്മൾ മാനേജിലേക്ക് പോകുന്നു. മാനേജിൽ ഈ നോമിനേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നോമിനേഷൻ എന്ന ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഈ നോമിനേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും പലർക്കും വരുന്നത്. അൺഎബിൾ ടു പ്രൊസീഡ്, പ്ലീസ് അപ്ലോഡ് യുവർ പ്രൊഫൈൽ ഫോട്ടോഗ്രാഫ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക് അവർക്ക് ഈ നോമിനേഷൻ ആഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ നോമിനേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പ്രൊഫൈൽ കംപ്ലീറ്റ് ആകാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് അല്ല, പിന്നെ അഡ്രസ്സ് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് അല്ല, പിന്നെ സാധാരണയായിട്ട് കണ്ടുവരുന്നത് നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് നിങ്ങളുടെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആകത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യമേ നമ്മുടെ പ്രൊഫൈലാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി അവരുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ആയ ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ നോമിനേഷൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ എങ്ങനെയാണ് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന ഭാഗം നിങ്ങൾക്ക് കാണണമെന്നില്ല. ഓക്കെ, പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യേണ്ട ആൾക്കാർക്ക് ആദ്യമേ ഞാൻ പ്രൊഫൈൽ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ വ്യൂവിലേക്ക് ക്ലിക്ക് ചെയ്യുന്നു. വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിൽ പ്രൊഫൈലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഈ വ്യക്തിയുടെ ഫോട്ടോ ഒന്നും വന്നിട്ടില്ല. അതായത് ഈ വ്യക്തിയെ ഫോട്ടോ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ ഇൻ കേസ് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് ഇവിടെ റെഡിൽ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ അഡ്രസ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതും എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത് ജസ്റ്റ് പറയാം. ഓക്കെ, ഈ വ്യക്തിയുടെ മാരിറ്റൽ സ്റ്റാറ്റസും അഡ്രസ്സും കംപ്ലീറ്റ്ലി അപ്ഡേറ്റഡ് ആണ് എങ്കിലും ഞാൻ അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ മാരിറ്റൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമേ നിങ്ങൾ ഈ സൈഡിൽ ഒരു പെൻസിലിൻ്റെ ബട്ടൺ കണ്ടോ, ഈ പെൻസിലിൻ്റെ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഈ പെൻസിലിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ചേഞ്ച് മാരിറ്റൽ സ്റ്റാറ്റസ്, ചേഞ്ച് ക്വാളിഫിക്കേഷൻ, ചേഞ്ച് സല്യൂട്ടേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ചേഞ്ച് ചെയ്യേണ്ടത് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ മാരിറ്റൽ സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ വരും. ഓക്കെ, മാരീഡ്, അൺമാരീഡ്, വിഡോ, ഡിവോഴ്സി, അങ്ങനെ പല ഓപ്ഷൻ ഇവിടെ വരും. ഓക്കെ, അതിൽ ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ മാരീഡ് ആണെങ്കിൽ മാരീഡ് എന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഗെറ്റ് ഓതറൈസ്ഡ് പിൻ എന്നൊരു ബട്ടൺ ഉണ്ട്, അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിക്കും ഡു യു റിയലി വാണ്ട് ടു അപ്ഡേറ്റ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. അങ്ങനെ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏസ് എന്ന് കൊടുക്കുക. ഏസ് എന്ന് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിയുടെ മാരിറ്റൽ സ്റ്റാറ്റസ് ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ന്യൂ മാരിറ്റൽ സ്റ്റാറ്റസ് കനോട്ട് ബി സെയിം ആസ് ഓൾഡ് മാരിറ്റൽ സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ വന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ, മാരിറ്റൽ സ്റ്റാറ്റസ്, സല്യൂട്ടേഷൻ, ജെൻഡർ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പ്രൊഫൈലിലേക്ക് പോകാം. പ്രൊഫൈലിലേക്ക് പോയിട്ട് നമുക്ക് നമ്മുടെ അഡ്രസ്സ് എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ അഡ്രസ്സ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തിയുടെ അഡ്രസ്സിൻ്റെ സൈഡിലായിട്ട് പിന്നെയും ഒരു പെൻസിലിൻ്റെ ബട്ടൺ കാണാം. അഡ്രസ്സ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ പെൻസിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയി വരുന്നത്. ഓക്കെ, ഈ വിൻഡോയിൽ ലൈൻ 1, ലൈൻ 2, പിന്നെ സിറ്റി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ്, ഇത്രയും കാര്യങ്ങളാണ് ഈ വിൻഡോയിൽ നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സും കറണ്ട് അഡ്രസ്സും സെയിം ആണെങ്കിൽ നിങ്ങൾക്കിവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ
ഇവിടെ നിങ്ങൾ ഏത് അഡ്രസ്സാണ് കൊടുക്കുന്നത് അതേ അഡ്രസ്സ് തന്നെ ഈ കറണ്ട് അഡ്രസ്സിലും വരുന്നതാണ്. ഓക്കെ, ഇൻ കേസ് ഡിഫറൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഡ്രസ്സ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ലൈൻ 3 അതായത് സിറ്റിയിൽ നിങ്ങൾ സിറ്റി എൻ്റർ ചെയ്യുക, സ്റ്റേറ്റ് കേരള ആണെങ്കിൽ കേരള എന്ന് എൻ്റർ ചെയ്യുക, ഡിസ്ട്രിക്റ്റ് ഏതാണോ ആ ഡിസ്ട്രിക്റ്റ് എൻ്റർ ചെയ്യുക, പിൻകോഡ് നിങ്ങൾ എൻ്റർ ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അപ്ഡേറ്റ് എന്ന ബട്ടണിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്ഡേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് OTP ഒന്നും വരത്തില്ല, ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ആയിട്ട് വരും. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഈ വ്യക്തിയുടെ അപ്ഡേറ്റ് അല്ലാത്തൊരു കാര്യമാണ് നമ്മുടെ പ്രൊഫൈൽ പിക്ക്. ഓക്കെ, ഈ പ്രൊഫൈൽ പിക്ചർ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ അപ്ഡേറ്റ് ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ പ്രൊഫൈൽ പിക്ചർ. പ്രൊഫൈൽ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ചേഞ്ച് ഫോട്ടോ എന്ന ബട്ടണിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഫോട്ടോ എന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയി വരുന്നത്. ഈ ഫോട്ടോഗ്രാഫ് ഡിജിറ്റൽ ക്യാമറ എടുത്തതായിരിക്കണം. ഇതിൻ്റെ സൈസ് എത്രയാണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ 80% നിങ്ങളുടെ ഫേസ് വരുന്നൊരു ഫോട്ടോ ആയിരിക്കണം. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ ഒരു കാര്യം, അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ JPG അല്ലെങ്കിൽ PNG ഫോർമാറ്റിലായിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക, ഈ ഫോട്ടോയുടെ സൈസ് എന്ന് പറയുന്നത് 100 KB താഴെ ആയിരിക്കണം. ഓക്കെ, 100 KB മുകളിലുള്ള ഒരു ഫോട്ടോ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, ഞാൻ ഓൾറെഡി ഈ resizimage.net എന്ന സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് എൻ്റെ ഫോട്ടോയുടെ സൈസ് കുറച്ച് കറക്റ്റായിട്ട് ആക്കി. അതിനുശേഷം എൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ബ്രൗസ് കൊടുത്തു. അപ്പോൾ എൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ ഫോട്ടോ ഇവിടെ കറക്റ്റായിട്ട് അപ്ലോഡായി. നമ്മുടെ ഫോട്ടോ കറക്റ്റായിട്ട് അപ്ലോഡായി. അതിനുശേഷം താഴെയുള്ള പ്രിവ്യൂ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. പ്രിവ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം തൊട്ടപ്പുറയുള്ള റൈറ്റ് സൈഡിലുള്ള അപ്ലോഡ് ഫോട്ടോഗ്രാഫിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും. ആ നോട്ടിഫിക്കേഷനിൽ നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അത് കഴിയുമ്പോൾ കുറച്ച് നേരം ലോഡിങ് കാണും. ലോഡിങ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ നമ്മുടെ പ്രൊഫൈലിൽ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ വ്യക്തിയുടെ പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വ്യക്തിയുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി അപ്ഡേറ്റഡ് ആയി. ഇനി നമുക്ക് ഈ നോമിനേഷൻ എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ മാനേജിലേക്ക് പോകുന്നു. അതിനുശേഷം മാനേജിലേക്ക് പോയതിനു ശേഷം ഈ നോമിനേഷൻ എന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ നോമിനേഷൻ തൊട്ട് നിങ്ങൾക്ക് ചെയ്താൽ മതിയാവുന്നതാണ്. ഈ നോമിനേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഡേറ്റാസ് അടങ്ങിയ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നോമിനേഷൻ ഹിസ്റ്ററി കാണാം. ഈ നോമിനേഷൻ ഹിസ്റ്ററിയിലൂടെ നോ നോമിനേഷൻ ഹിസ്റ്ററി ഫൗണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോമിനിയെ ആഡ് ചെയ്യണം. നോമിനിയെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഈ പ്രൊസീഡ് എന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇതിൽ പ്രൊഫൈൽ ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്നുണ്ട്. ഫസ്റ്റ് ഫാമിലി ഡിക്ലറേഷൻ ആണ്, ഹാവിംഗ് ഫാമിലി. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ഫാമിലി മെമ്പറിനെയാണ് നിങ്ങൾ നോമിനിയായിട്ട് ആഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഏസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ഹാവിംഗ് ഫാമിലിയുടെ ഏസ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഫാമിലി നിങ്ങളുടെ നോമിനിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് അടുത്തതായിട്ട് ചോദിക്കുന്നത്. ഓക്കെ, നോമിനിയുടെ ആധാർ നമ്പർ, നോമിനിയുടെ പേര്, പിന്നെ നോമിനിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, എന്താണ് റിലേഷൻ, വൈഫ്, സൺ, ഡോട്ടർ, ഡിപ്പെൻഡൻറ്റ് ഫാദർ, ഡിപ്പെൻഡൻറ്റ് മദർ, എന്താണ് നോമിനിക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ, അത് എൻ്റർ ചെയ്യുക. അതിനുശേഷം നോമിനിയുടെ അഡ്രസ്സാണ് ചോദിച്ചിരിക്കുന്നത്. നോമിനിയുടെ അഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. നോമിനിയുടെ അഡ്രസ്സ് ഫില്ല് ചെയ്തതിന് ശേഷം നോമിനിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ആദ്യമേ നോമിനിയുടെ IFSC കോഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ബ്രാഞ്ച് നെയിം ഏതാണ് എന്ന് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫില്ലായിട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക. അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്ത് അതിനുശേഷം നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അക്കൗണ്ട് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു ഗാർഡിയൻ എന്നൊരു ഓപ്ഷൻ കാണാം. ഓക്കെ, അപ്പോൾ ഈ ഗാർഡിയൻ എന്ന ഓപ്ഷൻ ഉള്ളത് ഇൻ കേസ് നിങ്ങളുടെ നോമിനി എന്ന് പറയുന്നത് ഒരു മൈനർ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഗാർഡിയൻ എന്ന ഓപ്ഷൻ യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ഹിയർ ടു അപ്ലോഡ് ഫോട്ടോഗ്രാഫ് എന്ന ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മുടെ നോമിനിയുടെ ഒരു ഫോട്ടോഗ്രാഫാണ്. നമ്മൾ നേരത്തെ നമ്മുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്ത് ഞാൻ കാണിച്ചു. അതേപോലെ തന്നെ നമ്മുടെ നോമിനിയുടെ ഒരു ഫോട്ടോഗ്രാഫാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ വ്യക്തിയുടെ നോമിനിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ആധാർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, റിലേഷൻ, അഡ്രസ്സ്, പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇത്രയും എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിൽ ചൂസ് ഫയൽ, നമ്മുടെ ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ ഉണ്ടായിരിക്കും. ആ ഫയൽ ഞാൻ പോയി സെലക്ട് ചെയ്യാം. ഓക്കെ, ആ ഫയലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 100 KB താഴെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നോമിനിയുടെ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ പ്രിവ്യൂ എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ അപ്ലോഡ് ഫോട്ടോഗ്രാഫ് എന്നൊരു ഓപ്ഷൻ വരും. ഓക്കെ, അപ്പോൾ ഈ അപ്ലോഡ് ഫോട്ടോഗ്രാഫ് എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഫോട്ടോഗ്രാഫിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും. ആർ യു ഷുവർ ടു അപ്ലോഡ് പ്രിവ്യൂഡ് ഫോട്ടോഗ്രാഫ്? ഈ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാവോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ എങ്കിൽ ഓക്കെ എന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇമേജ് അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് വന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക്
ഈ ഒരു വിൻഡോയിൽ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു അക്നോളജ്മെൻ്റ് ആണ് ചോദിക്കുന്നത്. ഈ അക്നോളജ്മെൻറ്റ് ചെക്ക് ബോക്സിൽ നിങ്ങൾ ചെക്ക് മാർക്ക് ചെയ്യുക. ചെക്ക് മാർക്ക് ചെയ്തതിന് ശേഷം സേവ് മൈ ഫാമിലി ഡീറ്റെയിൽസ് എന്നൊരു ബട്ടൺ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ സേവ് മൈ ഫാമിലി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. ഓക്കെ, വേറൊരു കാര്യം ഇവിടെ ആ ഡ്രോ എന്നൊരു ബട്ടൺ കൂടെ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒന്നിൽ കൂടുതൽ നോമിനീസിനെ നിങ്ങൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടിയാണ് ഈ ആഡ് ഡ്രോ എന്നൊരു ബട്ടൺ കൊടുത്തേക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു നോമിനിയെ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് സേവ് ഫാമിലി ഡീറ്റെയിൽസ് എന്ന ബട്ടണിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഈ വ്യക്തി ഒരു ഫാമിലി മെമ്പറിനെ മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് വരെ സേവ് ഫാമിലി ഡീറ്റെയിൽസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം കുറച്ച് നേരം ലോഡിംഗ് എന്ന് കാണിക്കും. ലോഡിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മുകളിൽ ഫാമിലി ഡീറ്റെയിൽസ് സേവ് സക്സസ്ഫുള്ളി എന്നൊരു നോട്ടിഫിക്കേഷൻ വരും. അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ നിങ്ങളുടെ EPF നോമിനേഷൻ ആരെയാണോ ആഡ് ചെയ്തേക്കുന്നത് ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അവിടെ ഒരു ഡീറ്റെയിൽ നമ്മൾ ഫില്ല് ചെയ്യാത്തതുകൊണ്ട് ആ ഡീറ്റെയിൽ ഇതാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഷെയർ. ഓക്കെ, അപ്പോൾ ആ ടോട്ടൽ എമൗണ്ട് ഓഫ് ഷെയർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഫീൽഡ് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ആ ഫീൽഡിൽ നിങ്ങൾ എത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങളുടെ നോമിനിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തി 2 പേരെ നോമിനിയായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് 50%, മറ്റേ വ്യക്തിക്ക് 50%, അങ്ങനെയാണെങ്കിൽ 50-50 എന്ന് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഈ ഒരു കേസിൽ ഈ വ്യക്തി ഒരു നോമിനിയെ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ 100% എന്ന് കൊടുക്കാവുന്നതാണ്. ഓക്കെ, 100% എന്ന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് സേവ് EPF നോമിനേഷൻ എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അടുത്തൊരു നോട്ടിഫിക്കേഷൻ വരും EPF ഡീറ്റെയിൽസ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ താഴേക്ക് നോക്കി കഴിയുമ്പോൾ പെൻഡിങ് നോമിനേഷൻ എന്ന് എഴുതിയിട്ട് ഇവിടെ താഴെ ഒരു റോ കാണാം. ഈ റോയിൽ നോമിനേഷൻ എൻട്രി ടൈം, നിങ്ങൾ എന്നാണ് നോമിനേഷൻ ചെയ്തത് ആ ഡേറ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നോമിനേഷൻ നിങ്ങൾക്ക് വ്യൂ ചെയ്യണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഒരു PDF ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഓക്കെ, ആ PDFൽ നിങ്ങളുടെ PFൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പേജിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ നോമിനിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസുമാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇത് ഓക്കെ ആണ്, ഇത് വെരിഫൈ ചെയ്തിട്ട് ഇത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇ സൈൻ ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഓക്കെ അല്ല, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു എഡിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ എഡിറ്റ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് ചെയ്യേണ്ടത് ഇ സൈൻ ആണ്. ഓക്കെ, അപ്പോൾ മാൻഡേറ്ററി ആയിട്ടും എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇ സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തേക്കുന്ന മൊബൈൽ നമ്പറിൽ ഒരു OTP ആണ് ഇ സൈൻ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്. ഓക്കെ, വേറൊരു കാര്യം നമുക്ക് വേണ്ടത് നമ്മുടെ വിർച്വൽ ID ആണ്. ഓക്കെ, ആധാർ ബേസ്ഡ് വിർച്വൽ ID. ഓക്കെ, അപ്പോൾ ഈ ആധാർ ബേസ്ഡ് വിർച്വൽ ID പല ആൾക്കാർക്കും അവരുടെ ആധാർ കാർഡിൽ തന്നെ അതിന് ആധാർ നമ്പറിൻ്റെ താഴെയായിട്ട് ഈ വിർച്വൽ ID കാണും. ചില ആൾക്കാർക്ക് ആധാർ ബേസ്ഡ് ഈ വിർച്വൽ ID അവരുടെ ആധാർ കാർഡിൽ ഉണ്ടാകില്ല. ഫോർ എക്സാമ്പിൾ ഈ വ്യക്തിയുടെ കേസിൽ ആധാർ കാർഡിൽ വിർച്വൽ ID ഇല്ലായിരുന്നു. ഓക്കെ, നിങ്ങൾ വിഷമിക്കേണ്ട. വിർച്വൽ ID ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വിർച്വൽ ID എടുക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇ സൈൻ എന്ന ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഡു യു വിഷ് ടു പ്രൊസീഡ് ഫോർ ഇ സൈൻ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അടുത്തതായിട്ട് എൻ്റർ വിർച്വൽ ID എന്നാണ് ചോദിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ആധാർ ബേസ്ഡ് വിർച്വൽ ID ആണ് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഈ വിർച്വൽ ID അറിയത്തില്ലെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല. ജസ്റ്റ് നിങ്ങൾ ഗെറ്റ് വിർച്വൽ ID എന്നൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിർച്വൽ ID ലഭിക്കുന്നതായിരിക്കും. ഈ വിർച്വൽ ID അറിയില്ല, അതുകൊണ്ട് ഞാൻ ഗെറ്റ് വിർച്വൽ ID എന്ന ബട്ടണിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അതൊരു പുതിയ ടാബിൽ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ UIDAയുടെ സൈറ്റാണ് ഓപ്പൺ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഈ സൈറ്റിൽ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ആധാർ സർവീസസ് കാണും. ഈ ആധാർ സർവീസിൽ വിർച്വൽ ID ജനറേറ്റർ VID ജനറേറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു പേജാണ് ഓപ്പൺ ആയി വരുന്നത്. ഈ ഒരു പേജിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് VID ജനറേറ്റർ എന്ന് കാണാം. ഓക്കെ, ഈ VID ജനറേറ്ററിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ VID ജനറേറ്റർ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് VID ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഗെറ്റ് VID ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ VID ലഭിക്കാൻ വേണ്ടിയിട്ട് ആധാർ നമ്പറാണ് നമ്മൾ ആദ്യമേ എൻ്റർ ചെയ്യേണ്ടത്. ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ക്യാപ്ച കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ OTP സെൻഡ് OTP എന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ആധാരമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വിർച്വൽ ID ഇവിടെ ഡിസ്പ്ലേ ആകും. അത് പോരാതെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ IDയിലേക്കും നിങ്ങൾക്ക് ഒരു മെസ്സേജ് ആയിട്ട് നിങ്ങളുടെ വിർച്വൽ ID വരുന്നതായിരിക്കും. ഈ വിർച്വൽ ID നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ PF നോമിനേഷൻസ് ഇ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വിർച്വൽ ID നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം.
ഈ വ്യക്തിയുടെ വെർച്വൽ ID നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം ഈ ചെക്ക് ബോക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം വെരിഫൈ എന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഈ വിൻഡോയിൽ നമ്മൾ ഇവിടെ ചെക്ക് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആധാർ OTPയുടെ പേജിലേക്ക് വരും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഗെറ്റ് OTP എന്ന ബട്ടണിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഗെറ്റ് OTP എന്ന ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആധാർ നമ്പറുമായിട്ട് രജിസ്റ്റർ ചെയ്തേക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്കൊരു OTP ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ആ OTP നിങ്ങൾ താഴെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ OTP എൻ്റർ ചെയ്തു. OTP എൻ്റർ ചെയ്തതിന് ശേഷം താഴെയുള്ള ഈ ചെക്ക് ബോക്സിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സബ്മിറ്റ് എന്ന ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയി വരുന്നത്. PDF സൈൻഡ് സക്സസ്ഫുള്ളി, കുറേ ഗ്രീൻ ഡോട്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഡോട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിട്ട് നോമിനേഷൻ സക്സസ്ഫുൾ എന്നൊരു പേജ് വന്നിരിക്കുകയാണ്. അതായത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് നോമിനേഷൻ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോമിനേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒരു PDF ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, ഈ വെർച്വൽ ID എൻ്റർ ചെയ്ത സമയത്ത് കുറേ ആൾക്കാർക്ക് എറർ വരുന്നതായിട്ട് ഇങ്ങനെ ഒരു വിൻഡോ കുറേ ആൾക്കാർക്ക് വരുന്നുണ്ടായിരുന്നു. എനിക്കും ഇതുപോലൊരു വിൻഡോ വന്നായിരുന്നു. അപ്പോൾ ഞാൻ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് എൻ്റെ നെറ്റ് ഒരു VPN യൂസ് ചെയ്യുകയാണ് ഞാൻ ചെയ്തത്. ഓക്കെ, ആദ്യമേ ഞാനൊരു VPN യൂസ് ചെയ്തു. നിങ്ങൾക്ക് ഏത് VPN വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തത് നോഡ് VPN ആണ്. ഞാനൊരു VPN യൂസ് ചെയ്ത് ആദ്യമേ ഞാൻ ട്രൈ ചെയ്തു. VPN യൂസ് ചെയ്ത് ട്രൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് അടുത്ത പേജിലേക്ക് കയറി പോകാൻ പറ്റി. ഓക്കെ, ഇൻ കേസ് VPN യൂസ് ചെയ്ത് പറ്റിയില്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഫയർഫോക്സിൻ്റെ ബ്രൗസർ യൂസ് ചെയ്യാം. ആ ബ്രൗസർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ആധാർ വിർച്വൽ ID കഴിഞ്ഞുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് എറർ ഈ ഫയർഫോക്സിൻ്റെ ബ്രൗസർ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് വരാറില്ല. നിങ്ങൾക്ക് ആ എറർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. വന്നില്ലെങ്കിൽ നിങ്ങൾ ഇത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, PF അക്കൗണ്ടിൽ എങ്ങനെയാണ് ഒരു നോമിനിയെ ആഡ് ചെയ്യുന്നത് എന്നാണ് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. PF അക്കൗണ്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. കാരണം നോമിനി എല്ലാവരും മസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഐ ആം പോണി ജോർജ്. താങ്ക് യു ഫോർ വാച്ചിങ്.